ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത് റിയൽമി C31 എന്ന് പറയുന്നൊരു ഫോണാണ്. ഞാനിതിപ്പോൾ എക്സാമ്പിൾ കാണിക്കാനായിട്ടാണ് ഈ ഒരു ഫോൺ എടുത്തത്. അതായത് ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 3GB 32GB ആണ്. ഈ ഒരു ഫോൺ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1.5 years ആയി. ഇപ്പോൾ ഒരു ഫോൺ വാങ്ങുമ്പോൾ ചിലർ സ്റ്റോറേജ് നോക്കാറുണ്ട്, എന്നാൽ ചിലർ സ്റ്റോറേജ് നോക്കാറില്ല. അതായത് ചിലരാണെങ്കിൽ ഫോൺ എടുക്കുമ്പോൾ സ്റ്റോറേജ് ശ്രദ്ധിക്കാറില്ല. ജസ്റ്റ് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം വീഡിയോ കാണാനായിട്ടും മെസ്സേജ് നോക്കാനായിട്ടും അങ്ങനെ മാത്രം നോക്കി ഫോൺ എടുക്കുന്നവരുണ്ട്. അപ്പോൾ അവർ സ്റ്റോറേജൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ജസ്റ്റ് ഒരു ബേസിക് ഫോൺ എന്ന ലെവലിലാണ് എടുക്കുന്നത്. പക്ഷേ കുറച്ചങ്ങ് കഴിയുമ്പോൾ ഫോണിൽ മെമ്മറി അങ്ങ് ഫുള്ളാവും. അത് നമ്മളിപ്പോൾ ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ വീഡിയോ എടുത്തിട്ടോ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. അതായത് ഫോൺ ആപ്ലിക്കേഷൻ്റെ ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും സ്റ്റോറേജ് അതിൽ നിന്ന് എടുക്കും. അതായത് ഇൻസ്റ്റഗ്രാമിൻ്റെ പഴയ ഫയൽ സൈസ് അല്ല ഇപ്പോൾ ഉള്ളത്, അത് വർഷം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അത് നമ്മുടെ ഈ ഫോണിൻ്റെ സ്റ്റോറേജും എടുക്കുന്നുണ്ട്. 2 വർഷം മുൻപ് 3GB 32GB 4GB 64GB സ്റ്റോറേജ് എടുക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ ഇനി ഫോൺ വാങ്ങുമ്പോൾ മാക്സിമം 3GB 32GB അല്ലെങ്കിൽ 4GB 64GB ഒക്കെ അവോയ്ഡ് ചെയ്യുക. മാക്സിമം 6GB 128GB എടുക്കുക. പറ്റുമെങ്കിൽ 8GB 128GB എടുക്കുക, അല്ലെങ്കിൽ 6GB 120GB എങ്കിലും എടുക്കുക. ഇപ്പോഴും 3GB വെച്ച് ഫോൺ ഇറങ്ങുന്നുണ്ട്, പക്ഷെ മാക്സിമം കഴിയുന്നത് ഒഴിവാക്കുക. ഇനി അങ്ങോട്ട് സ്റ്റോറേജ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. ഇതിപ്പോൾ ഗാലറിയിൽ വേറെ ഫയൽസ് ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. പക്ഷേ ഈ ആപ്ലിക്കേഷൻ്റെ ഡാറ്റ കൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഓൾമോസ്റ്റ് സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ട്. അതായത് അപ്ഡേറ്റ് ഓരോ തവണ വരുമ്പോഴും, അതായത് ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും ഫോണിന് സ്റ്റോറേജ് വേണം. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ഈ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കാര്യം മുൻപ് അപ്ഡേറ്റ് ചെയ്തപ്പോഴേ ഫോണ് ചെറിയ ഹാങ് ഇഷ്യൂ ഉണ്ട്, നല്ല രീതിയിൽ ഫോൺ ഹാങ് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ചെറിയ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഫോൺ ഹാങ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ലോങ് ടേം യൂസർ ആണെങ്കിൽ ഇനി ഫോൺ എടുക്കുമ്പോൾ ഒരു മിനിമം 6GB 128 8GB അങ്ങോട്ട് നോക്കുക. 8GB 256GB എടുക്കുക. കാര്യം നമ്മുടെ ഇപ്പോൾ നോർമൽ യൂസ് ആണെങ്കിൽ പോലും ഈ ആപ്ലിക്കേഷന് ഡേറ്റ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു സ്പേസ് മതിയാവാതെ വരും. ഒരു 6 വർഷം മുൻപൊക്കെ 3GB 32GB എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ കാര്യമായിരുന്നു ഫോൺ സ്റ്റോറേജ് കിട്ടുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കാര്യം അന്നെന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ്റെയൊക്കെ ഫയൽ സൈസ് ചെറുതായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല, ഇപ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇൻസ്റ്റഗ്രാമിന് ഇത്ര MB ഫയൽ സൈസ് ഉള്ളൂ എങ്കിലും അത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 1GB കൂടുതലാവും സ്റ്റോറേജ് എടുക്കുന്നത്. അപ്പോൾ കഴിയുന്നതനുസരിച്ച് നമ്മളത് ഇങ്ങനെ ഫോൺ ക്ലിയറാക്കി ഡിലീറ്റ് ആക്കിക്കൊണ്ടിരിക്കും. ഫോൺ ക്ലിയർ ചെയ്യും, ക്യാഷ് ഫയൽസും സ്റ്റോറേജൊക്കെ ക്ലിയർ ആക്കും. പക്ഷേ ഒരു ഫോൺ സ്മൂത്തായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ സ്റ്റോറേജും അതിൻ്റെ ഒരു ഘടകമാണ്. ഇപ്പോൾ വരുന്ന ഫോൺസിൽ കൂടുതലും 6GB 128 8GB 128 വരുന്നത്. മാക്സിമം 6GB 128GB എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ 2 വർഷമൊക്കെ കഴിയുമ്പോൾ ഫയൽ സൈസൊക്കെ കൂടും. അപ്പോൾ സ്റ്റോറേജ് വേരിയൻസ് ഇനിയും കൂട്ടി ഇറക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ലോങ് ടേം യൂസ് ആണെങ്കിൽ മിനിമം 6GB 128 എങ്കിലും എടുക്കുന്നെങ്കിൽ അതാണ് നല്ലത്. 4GB നോക്കണ്ട. കാര്യം 4GB എടുത്താൽ ഇപ്പോൾ എടുത്തിട്ട് കാര്യമില്ല. കാര്യം നോർമൽ യൂസ് ആണെങ്കിൽ പോലും ഇപ്പോൾ പെട്ടെന്ന് മെമ്മറി ഫുള്ളാവും. ഫോൺ തന്നെ 3GB 32GB ആണ്. അപ്പോൾ 4GB ഒക്കെ എടുത്താലും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ.